നമ്മൾ ഒരു 5-6 ദിവസത്തിന് മുമ്പ് നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതായത് പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇത്രയും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ശകലം ശർക്കരയോടെ ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് ആയിക്കഴിഞ്ഞ് ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ട് ആണ് ശർക്കര ചേർത്തുകൊണ്ട് ഒട്ടും സ്മെല്ലില്ലായിരുന്നു. കാരണം ഈ കടലപ്പിണ്ണാക്കെന്ന് പറയുന്ന സംഭവത്തിന് നല്ല മണമുള്ള സാധനമാണ്. പക്ഷേങ്കിൽ ഒരു 2 ദിവസം നമ്മളിത് കുതിർത്ത് വെച്ച് കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് ഒരു അടുത്ത ഏറിയായി പോലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചച്ചാണകം കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പം ഈ ശർക്കര ചേർത്തുകൊണ്ട് ഒരു പ്രശ്നവുമില്ലായിരുന്നു, കുഴപ്പമില്ല. അത് നമുക്ക് ഇത് ചെടിക്കൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന എൻ്റെ കയ്യിലൊരു 4 മൊക്കാറ ഉണ്ട്. അതിനും പിന്നെ നമ്മുടെ ഈ ഓർക്കിഡുകൾക്കെല്ലാം ഈ ഒരു മിശ്രിതം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഓർക്കിഡിന് ഏറ്റവും നല്ലതാണ് വളമാണ് പച്ചച്ചാണകം. അതിൻ്റെ കൂടെ ഇത്രയും സംഭവം കൂടെ കൂടുതൽ എഫക്റ്റ് ചെയ്യത്തില്ലേ. പിന്നെ നമ്മുടെ കയ്യിലുള്ള കലാത്തിയ ചെടികൾക്കും പിന്നെ നമ്മുടെ ഈ പിറ്റൂണിയായിക്കും ഒക്കെ നമ്മൾ എല്ലാത്തിനും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. പക്ഷേ അഗ്ലോണിമയ്ക്ക് ഞാനിത് ഒഴിച്ചില്ല. കാരണം അത് ഇച്ചിരി സെൻസിറ്റീവായ ചെടിയാണല്ലോ. അത് പോയാലോ അതിൻ്റെ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു പേടി കാരണം അതിനൊഴിച്ചില്ല. ബാക്കി കലാത്തിയകൾക്കും പിറ്റൂണിയയ്ക്കും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പം പൂവുണ്ടാകുന്നുണ്ടോ, ചെടികളൊക്കെ ആരോഗ്യത്തോട് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നത് ചെടികളൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം.